നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സമൂഹത്തിലേക്ക് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വിദ്യാലയങ്ങളാണെന്ന് പി സുമോദ് MLA. വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും പി സുമോദ്. ശ്രീകുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഗൃഹശോഭ പദ്ധതി പ്രകാരം 120 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും. തിങ്കളാഴ്ച നടക്കുന്ന തറക്കല്ലിടൽ ചടങ്ങിൽ മന്ത്രിമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. അനധികൃത പടക്ക കച്ചവടത്തിനെതിരെ ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. വഴിയോര കച്ചവടവും ഓൺലൈൻ പടക്ക കച്ചവടവും ഒഴിവാക്കണമെന്ന് അസോസിയേഷൻ. കൊല്ലങ്കോട് നെന്മേനിയിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകനും മുങ്ങി മരിച്ചു. നെന്മേനി കല്ലേരിപ്പറ്റിയിൽ ബിന്ദു, മകൻ സനോജ് എന്നിവരാണ് മരിച്ചത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാമിക സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. റമദാൻ മാസത്തിലെ അവസാന ദിനങ്ങളിൽ നാടെങ്ങും ഇഫ്താർ സംഗമങ്ങൾ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലേക്ക് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വിദ്യാലയങ്ങളാണെന്ന് പി സുമോദ് MLA. ആയക്കാട് CALP സ്കൂളിന്റെ വാർഷികാഘോഷവും ജനകീയ വായനശാലയുടെ തറക്കല്ലിടലും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവേശനോത്സവത്തിന്റെ കാലം ഇത് മഴക്കാലത്ത് ഒന്നുകിൽ ജൂൺ 2-ാം തീയതി, 1-ാം തീയതി, 3-ാം തീയതിയൊക്കെയാണ് പ്രവേശനോത്സവം ആരംഭിക്കുന്നത്. ആ പ്രവേശനോത്സവത്തിൽ തുടങ്ങി എത്രയെത്ര പ്രോഗ്രാമുകളാണ് ഒരു അധ്യയന വർഷം സ്കൂളുകളിൽ നടക്കുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനം തുടങ്ങി പിന്നീട് കാക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, ഓണാഘോഷം, ഇതിനിടയിൽ SRG മീറ്റിംഗ്, PTA മീറ്റിംഗ്, സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ ക്ലാസ് പരീക്ഷകൾ തുടങ്ങി നിരവധിയായ കലാമത്സരങ്ങൾ, കായിക മത്സരം, ഇങ്ങനെ തുടങ്ങി യഥാർത്ഥത്തിൽ സമൂഹത്തിലേക്ക് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം സ്കൂളുകളാണ്. പലപ്പോഴും രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീടിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. കാരണം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4-4:15 മണി വരെ ഇവിടെ ചെലവഴിക്കും. ഒരു വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമം അനിവാര്യമാണെന്നും പി സുമോദ് പറഞ്ഞു. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി ടീച്ചർ അധ്യക്ഷയായി. മാനേജർ B സജീവ്, പ്രധാനാധ്യാപകൻ B സുനിൽകുമാർ, A ഷിബു, രഞ്ജിനി കൃഷ്ണദാസ്, CR ചന്ദ്രൻ, LCM ജോസഫ്, V സുബൈദ, CC സുഹാസ് എന്നിവർ സംസാരിച്ചു. ശ്രീകുറുമ്പ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഗൃഹശോഭ പദ്ധതി പ്രകാരം 120 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും. കുറുമ്പ ട്രസ്റ്റ് നടപ്പിലാക്കുന്ന 1000 സ്ത്രീകൾക്ക് 1000 വീട് പദ്ധതി പ്രകാരമാണ് വീടുകൾ നിർമ്മിക്കുക. 3-ാം ഘട്ടത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന 120 വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം തിങ്കളാഴ്ച നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ശ്രീകുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് 3 വർഷത്തോളമായിട്ട് നമ്മൾ ഗൃഹശോഭ എന്ന് പറഞ്ഞ പദ്ധതി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ 1000 വീടുകൾ 1000 സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ള പദ്ധതിക്ക്, അപ്പോൾ ഇതാണ് പദ്ധതി. അപ്പോൾ അതിൽ 230 വീടുകൾ നമ്മൾ 2 ഫേസോട് കൂടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാൻഡ് ഓവറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അടുത്ത ഫേസായിട്ടുള്ള ഫേസ് 3യുടെ 120 വീടുകളുടെ ഉദ്ഘാടനവും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും തറക്കല്ലിടൽ ചടങ്ങും ഈ മാർച്ച് 31-ാം തീയതി തിങ്കളാഴ്ച മൂലങ്കോട് വെച്ചിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു മിനിസ്റ്ററും അതേപോലെ തന്നെ റവന്യൂ മിനിസ്റ്റർ ശ്രീ രാജൻ മിനിസ്റ്ററുമാണ് വരുന്നുണ്ടാവുക. പിന്നെ മറ്റ് പ്രമുഖരും MLA-മാരും ഒക്കെ സന്നിഹിതരാവുണ്ടാവും. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു 120 വീടുകൾ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ ഒരു ഫൈനൽ സ്റ്റേജും കൂടിയും ചെയ്തിട്ട് അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ അടുത്തുള്ള പഞ്ചായത്തുകളിലേക്ക് പോകാനും കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൊത്തം 1000 വീടുകൾ 2030 കൂടി തീരണം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടനുബന്ധമായിട്ട് അടുത്ത മാസത്തോടു കൂടിയിട്ട് തൃശ്ശൂരിലുള്ള നമ്മുടെ പ്രൊജക്റ്റും തുടങ്ങണം എന്നുള്ളൊരു പദ്ധതി കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. മൂലങ്കോട് ശ്രീകുറുമ്പ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. നിലവിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ 230 വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും 1000 വീട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. അടുത്ത വർഷം മുതൽ വടക്കഞ്ചേരി പഞ്ചായത്തിനെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തൃശ്ശൂർ ജില്ലയിലും വീട് നിർമ്മിച്ചു കൊടുക്കാൻ പദ്ധതിയുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് സീനിയർ മാനേജർ P പരമേശ്വരൻ, സാമൂഹിക ശാക്തീകരണ വിഭാഗം മേധാവി N ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. അനധികൃത പടക്ക കച്ചവടം നിയന്ത്രിക്കണമെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ.
വിഷുക്കാലത്ത് അനധികൃതമായി വഴിയോരത്ത് കച്ചവടം നടത്തുന്നതും ഓൺലൈൻ പടക്ക കച്ചവടം തടയാൻ അധികൃതർ തയ്യാറാവണമെന്നും ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിഷു പ്രമാണിച്ച് തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നും ഓൺലൈൻ വ്യാപാരമായിട്ട് പടക്കങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ കച്ചവടത്തിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. 2018 സുപ്രീം കോടതി ഇത് നിരോധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ഇവിടെ സ്റ്റേറ്റിൽ നടപ്പിലാക്കി കിട്ടാത്തത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്ത് അതിൻ്റെ താൽക്കാലിക ഒരു ഓർഡർ പാസ്സാക്കിയതിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് തക്കതായ ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇത് വ്യാപകമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് കർശനമായ നടപടിയെടുക്കുന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ പടക്ക കച്ചവടം ഇപ്പോഴും തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും പാഴ്സൽ വഴി ധാരാളം പടക്കം കേരളത്തിലെത്തുന്നുണ്ട്. ഇത് നിയമവിരുദ്ധമാണ്. ഇത്തരത്തിൽ പടക്കം കടത്തിക്കൊണ്ടുവരുമ്പോൾ എല്ലാവിധ ലൈസൻസോടുകൂടി സർക്കാരിന് നികുതി അടച്ച് കച്ചവടം നടത്തുന്ന അംഗീകൃത കച്ചവടക്കാരെ സാരമായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ പടക്കങ്ങൾ കടത്തുന്നത് സുരക്ഷാ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. അനധികൃത പടക്ക കച്ചവടം തടയാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ വി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനിൽ പി വിൽസൺ, സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ എ നസീർ എന്നിവർ പങ്കെടുത്തു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും റവന്യൂ അവരുടെ ഭാഗത്തുനിന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏത് വണ്ടിയിലാണ് ഇത് കൊണ്ടുവരുന്നതെന്നുള്ളൊരു വിവരം തരികയാണെങ്കിൽ ഞങ്ങൾ കർശനമായ നടപടിയെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ വണ്ടികളൊക്കെ പിടിച്ച് കേസും കാര്യങ്ങളൊക്കെ ആയതാണ്. ഈ വണ്ടി കൊണ്ടുവരുന്ന സാധനങ്ങൾ പിടിച്ചു കഴിയുമ്പോൾ ആ സാധനങ്ങൾ മൊത്തം പോകും. കോടതി അത് വിട്ടുകൊടുക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ ബില്ലും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇവൻ്റെ കയ്യിൽ ബില്ലൊന്നും ഉണ്ടാവില്ല, ലൈസൻസ് ഉണ്ടാവില്ല, ബില്ലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കുറേ സാധനങ്ങൾ ഇപ്പോഴും പാലക്കാട് ജില്ലാ കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതേപോലെ ഇപ്രാവശ്യം മറ്റു വണ്ടികളൊക്കെ ഞങ്ങൾ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കൊല്ലങ്കോട് നെന്മേനിയിൽ കുളിക്കാനിറങ്ങിയ അമ്മയും മകനും മുങ്ങി മരിച്ചു. നെന്മേനി കല്ലേരിപ്പറ്റയിൽ ബിന്ദു 46 വയസ്സ്, മകൻ 11 വയസ്സുള്ള സനോജ് എന്നിവരാണ് മരിച്ചത്. കൊടുകപ്പാറയിലെ അമ്പിട്ടൻചള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയതാണ് ഇരുവരും. രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. ബിന്ദുവിന് അപസ്മാരത്തിൻ്റെ അസുഖമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അസുഖമുണ്ടായ സമയത്ത് അമ്മയെ രക്ഷിക്കാൻ പോയ മകനും അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ബിന്ദുവിൻ്റെ മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് കുളത്തിൻ്റെ കരയിൽ ഒരു കുട്ടിയുടെ ചെരുപ്പ് കാണുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി നടത്തിയ തെരച്ചിലിലാണ് കുട്ടിയുടെയും മൃതദേഹം കണ്ടെത്തിയത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാമിക സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. 30 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സമൂഹം ഈദുൽ ഫിത്തറിനെ വരവേൽക്കുന്നത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പെരുന്നാൾ വരാനാണ് സാധ്യത. ചൊവ്വാഴ്ചയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ 30 നോമ്പിൻ്റെ പുണ്യവുമായിട്ടായിരിക്കും പെരുന്നാളിനെ വരവേൽക്കുക. റമദാൻ മാസത്തിലെ 30 ദിനരാത്രങ്ങൾ വ്രതാനുഷ്ഠാനത്താൽ പ്രാർത്ഥനാ നിർഭരമായിരുന്നു വിശ്വാസികൾ. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കും. റമദാൻ മാസത്തിലെ അവസാന ദിനങ്ങളിൽ എങ്ങും ഇഫ്താർ സംഗമങ്ങൾ നടന്നു വന്നിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇഫ്താർ വിരുന്നൊരുക്കി കവിത ജ്വല്ലറി. വടക്കഞ്ചേരി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സെൽവം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ നേരത്തെ ഒറ്റപ്പാലത്തും ചെറുപ്പശ്ശേരിയും എല്ലാം കഴിവ് തെളിയിച്ച സ്വർണ്ണ വ്യാപാര രംഗത്ത് ഒട്ടേറെ വർഷക്കാലത്തിൻ്റെ പാരമ്പര്യമുണ്ട് കവിത ജ്വല്ലറി. ഇവിടുത്തെ വടക്കഞ്ചേരിയിലെ പരിച്ഛേദത്തെ, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പരിച്ഛേദത്തെയാകെ ക്ഷണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വിരുന്ന്, കൂട്ടായ്മ, ഒത്തുചേരൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒരു 6:35 സാധാരണ ശേഷം നോമ്പുതുറ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ജലീൽ, കേരള വ്യാപാരി സംരക്ഷണ സമിതി ചെയർമാൻ ബോബൻ ജോർജ്, വ്യാപാര സംരക്ഷണ സമിതി പ്രസിഡന്റ് CK അച്യുതൻ, മുൻമന്ത്രി KE ഇസ്മായിൽ, റിട്ടയർഡ് SI ഹംസ, കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രതിനിധികളായ നിഷാദ്, സലാം, ഗോകുൽ ഗോപി, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു.
കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഇഡിയുടെ നിലപാടിനെതിരെ CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കഞ്ചേരിയിൽ നടത്തിയ പ്രകടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മമതാ ബാനർജി സജീവമായി BJP ഇതിന് മുന്നണിക്കൊപ്പം നിൽക്കാത്തത്, ഇങ്ങനെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ വിവിധ കേസുകളിൽ, കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി അവരെല്ലാം നിർജീവമാക്കുക എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ്. ഇവരിത്തരത്തിൽ നിർജീവമാക്കുക, രക്ഷപ്പെടുത്തുക, അവരെ എതിർക്കുകയാണെങ്കിൽ കേസെടുത്ത് വീണ്ടും കോടതിക്ക് അയക്കുക, ഇതൊക്കെയാണ് തുടർന്നു വരുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും പല കോടതികളും പറയുകയുണ്ടായി. കോടതികളിലുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. H. രതീഷ് അധ്യക്ഷനായി. TM ശശി, C. തമ്പു, K. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായി അതിൻ്റെ പൂർത്തീകരണം, അല്ലാതെ തുടർ പ്രവർത്തനം എന്നെടുക്കുക. കാരണം ഇതൊരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. കാരണം ഓരോ ആളുകളും അവനവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അതായത് പൊതുജനങ്ങൾ ഓരോരുത്തരും മാറിയെങ്കിൽ മാത്രമേ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കൈവരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളായാലും അതേപോലെ സ്കൂളുകളായാലും നമ്മളെല്ലാവരും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഈ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പിന്നെയും അത്തരത്തിലുള്ള വേസ്റ്റുകൾ ഇടാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഓരോ വ്യക്തികളും മാറേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഇന്ന് നമ്മൾ വാർഡുകൾ തോറും ഓരോ പ്രദേശങ്ങളും മാലിന്യ കൂമ്പാരങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് തന്നെ അവിടെ CC ക്യാമറകളും പരമാവധി പറ്റുന്നവിടെയും CC ക്യാമറകളും ബിന്നുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഓരോ വാർഡുകളും വൃത്തിയാക്കുന്നതും ഓരോ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നതും ഒക്കെ 100% പൂർത്തീകരിക്കേണ്ടത് ഓരോ വ്യക്തികളും അതിന് മുന്നോട്ട് വരണം. വൈസ് പ്രസിഡന്റ് VJ ഹുസനാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K. രാധിക, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ പ്രതിജ്ഞയും എല്ലാവരും ഏറ്റുചൊല്ലി. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. കിഴക്കഞ്ചേരിക്ക് സമീപം മിനി ടെമ്പോയും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കിഴക്കഞ്ചേരി പുന്നപ്പാടം 60 വയസ്സുള്ള ഷാഹുൽ ഹമീദിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 10 മണിയോടുകൂടി കിഴക്കഞ്ചേരി ചേരത്തോട് വളവിനു സമീപമാണ് അപകടം സംഭവിച്ചത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ മിനി ടെമ്പോ ഇടിക്കുകയായിരുന്നു. കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്ന ഷാഹുൽ ഹമീദിനാണ് പരിക്കേറ്റത്. പുളി പറിക്കുന്നതിനിടെ മരത്തിൽ നിന്നും വീണ ഗൃഹനാഥൻ മരിച്ചു. കരിങ്കയം VRT മുടക്കുഴി വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. പറമ്പിലെ മരത്തിൽ കയറി പുളി പറിക്കുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. ഉടനെ മംഗലം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ശനിയാഴ്ച കാലത്ത് 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് തിരുവില്ലാമല ഐവർമഠത്തിൽ നടക്കും.